വീണ്ടും സവർക്കറെ രൂക്ഷമായി വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. മനുസ്മൃതിയാണ് ഇന്ത്യയുടെ ഔദ്യോഗിക രേഖയെന്നാണ് സവർക്കർ വാദിച്ചിരുന്നതായി, അതാണ് BJP ഇന്നും കൊണ്ടു നടക്കുന്നതെന്നും അദ്ദേഹം പരിഹസിച്ചു. നിരന്തരം സവർക്കറെ ഇപ്പോൾ അവഹേളിക്കാനാണ് രാഹുൽ ശ്രമം നടത്തുന്നതും. കുട്ടിയായിരുന്നപ്പോൾ താൻ സവർക്കറെക്കുറിച്ച് മുത്തശ്ശിയോട് ചോദിച്ചിട്ടുണ്ടെന്നും അതിന് മറുപടിയായി അവർ പറഞ്ഞത് ബ്രിട്ടീഷുകാരോട് മാപ്പിരന്നയാളാണ് സവർക്കർ എന്നാണ് ഇന്ദിരാഗാന്ധി തനിക്ക് പറഞ്ഞു തന്നതെന്നും രാഹുൽ ഗാന്ധി പറയുന്നു. ഭരണഘടനയുടെ ചെറുപതിപ്പ് ഉയർത്തിപ്പിടിച്ചുള്ള പ്രസംഗത്തിനിടെ മനുസ്മൃതിയും ഉയർത്തിക്കാട്ടിയാണ് രാഹുൽ സവർക്കറെയും BJPയെയും വിമർശിച്ചത്. നവീന ഇന്ത്യയുടെ ശേഖര ഭരണഘടനയാണ് എന്ന് ചൂണ്ടിക്കാട്ടിയ രാഹുൽ, ഭരണഘടനയിൽ ഇന്ത്യയുടേതായി ഒന്നുമില്ല എന്ന് പണ്ട് സവർക്കർ പറഞ്ഞിരുന്നുവെന്നും വിവരിച്ചുകൊണ്ടാണ് വിമർശനം തുടങ്ങിയത്. മഹാത്മാഗാന്ധിയുടെയും നെഹ്റുവിന്റെയും അംബേദ്കറിന്റെയും ഒക്കെ ആശയങ്ങളാണ് ഭരണഘടനയിൽ ഉള്ളതെന്നും ചൂണ്ടിക്കാട്ടിയ രാഹുൽ, മനുസ്മൃതിയാണ് ഇന്ത്യയുടെ ഔദ്യോഗിക രേഖയെന്നാണ് സവർക്കർ വാദിച്ചിരുന്നതെന്നും അതാണ് BJP ഇന്നും കൊണ്ടു നടക്കുന്നതെന്നും പരിഹസിച്ചു. ഇന്നും BJPയുടെ നിയമസംഹിത മനുസ്മൃതിയാണ്, ഭരണഘടനയല്ല. സവർക്കറെ വിമർശിച്ചാൽ തന്നെ കുറ്റക്കാരനാക്കും. രാജ്യത്തെ പിന്നോക്കം കൊണ്ടുപോകാനാണ് BJPയുടെ ശ്രമമെന്നും രാഹുൽ ഗാന്ധി പറയുന്നു. UPയിൽ BJP ഭരണമാണ് എന്നും അവിടെ മനുസ്മൃതിയാണ് പിന്തുടരുന്നതെന്നും രാഹുൽ ഗാന്ധി പറയുന്നു. അതേസമയം രാഹുൽ ഗാന്ധിയുടെ സവർക്കർ വിമർശനം കാപട്യമാണ് എന്ന് BJP MP നിഷികാന്ത് ദുബെ തിരിച്ചടിച്ചു. ഇന്ദിരാഗാന്ധി വാർത്താ വിതരണ മന്ത്രിയായിരുന്നപ്പോൾ സർക്കാർ സവർക്കറെ കുറിച്ച് ഡോക്യുമെന്ററി തയ്യാറാക്കിയിട്ടുണ്ട് എന്നും നിഷികാന്ത് ദുബെ ചൂണ്ടിക്കാട്ടി. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി മുത്തശ്ശിയോട് മാപ്പ് പറയണമെന്നും നിഷികാന്ത് ദുബെ ആവശ്യപ്പെട്ടു. നേരത്തെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിനെതിരെ അനുരാഗ് ഠാക്കൂറും രംഗത്തെത്തിയിരുന്നു. രാഹുൽ ഗാന്ധിക്ക് ഭരണഘടനയെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നാണ് അനുരാഗ് ഠാക്കൂർ പറഞ്ഞത്. അതേസമയം സ്വാതന്ത്ര്യ സമര സേനാനി വീർ സവർക്കറിനെ അപമാനിച്ച സംഭവത്തിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് ലക്നൗ കോടതി സമൻസ് അയച്ചിരിക്കുകയാണ്. 2025 ജനുവരി 10 രാഹുൽ ഗാന്ധി നേരിട്ട് ഹാജരാകണം എന്നാണ് ലക്നൗ കോടതി അറിയിച്ചിട്ടുള്ളത്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 153 ക്ലോസ് A 505 വകുപ്പുകൾ പ്രകാരമാണ് സമൻസ് അയച്ചിരിക്കുന്നത്. പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയോട് ഏകോപനപരമായും അനാദരവോടെയും വിദ്വേഷത്തോടെയും പെരുമാറിയെന്നാണ് രാഹുൽ ഗാന്ധിക്കെതിരായ ഹർജിയിൽ പറയുന്നത്. കൂടാതെ മുൻപ് വീർ സവർക്കറിനെതിരെ ആക്ഷേപകരമായ പരാമർശം നടത്തിയെന്നാരോപിച്ച് നൽകിയ മാനനഷ്ട കേസിൽ രാഹുൽ ഗാന്ധിക്ക് മഹാരാഷ്ട്രയിലെ നാസിക് കോടതി സമൻസ് അയച്ചിരുന്നു. 2022 രാഹുൽ ഗാന്ധി നടത്തിയ വാർത്താ സമ്മേളനവും പ്രസംഗവുമാണ് രാഹുലിന് പണി കിട്ടാൻ കാരണം. രാഹുൽ ഗാന്ധി ഹിങ്കോളിയിൽ നടത്തിയ ഒരു പത്രസമ്മേളനത്തിലും മറ്റൊരു പ്രസംഗത്തിലുമാണ് വീർ സവർക്കറെ അവഹേളിച്ച് സംസാരിച്ചതായി പരാതിക്കാരൻ ആരോപിക്കുന്നതും. അന്ന് ഹർജിക്കാരന്റെ വാദം ഇങ്ങനെയായിരുന്നു: 2 അവസരങ്ങളിലും രാഹുൽ തന്റെ വാക്കുകളിലൂടെയും ദൃശ്യങ്ങളിലൂടെയും വീർ സവർക്കറുടെ പ്രത്യയശാസ്ത്രത്തെ ബോധപൂർവം ഹനിക്കുകയും സമൂഹത്തിൽ സവർക്കറുടെ പ്രതിച്ഛായയെ അപകീർത്തിപ്പെടുത്തുവാൻ ശ്രമിക്കുകയും ചെയ്തുവെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ അപകീർത്തിപ്പെടുത്തൽ, മനഃപൂർവ്വം അപമാനിക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം രാഹുലിനെതിരെ നടപടിയെടുക്കണമെന്ന് പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ദേശസ്നേഹിയായ വ്യക്തിക്കെതിരെ രാഹുൽ നടത്തിയ മൊഴികൾ പ്രഥമ ദൃഷ്ട്യാ അപകീർത്തികരമാണ് എന്ന് കണ്ടെത്തിയിരുന്നുവെന്ന് സെപ്റ്റംബർ 27 നാസിക്കിലെ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് പുറപ്പെടുവിച്ച ഉത്തരവിൽ പറയുന്നു. ഇതിന് പിന്നാലെയാണ് സമൻസ് അയച്ചിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.